blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നിങ്ങളെ ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ സമയത്ത് ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത വ്യക്തിക്കായി, കുടുംബത്തിനായി എല്ലാവരും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഷീനയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സകലവിധ അനുഗ്രഹങ്ങളും സ്വർഗീയ നന്മകളും ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും കർത്താവെ അവളുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവളുടെ സഹോദരി ഷിൻറ്റുവിൻ്റെ ബർത്ത്ഡേ 10-ാം തീയതി കർത്താവെ ഇന്നലെ ആയിരുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇളയ സഹോദരി ദൈവമേ ഷിബിയുടെ ബർത്ത്ഡേ 8-ാം തീയതി ആയിരുന്നല്ലോ. അവളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഷീനയ്ക്കായി ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ച ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്ന ഷിൻറ്റുവിൻ്റെ വിവാഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഷിബിയുടെ മേൽ ആത്മീയ നന്മകളും അനുഗ്രഹങ്ങളും ചൊരിയപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ നിൻ്റെ മക്കളെ എല്ലാവരെയും പേരുപേരായി അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ 3 സഹോദരിമാർക്കും പ്രത്യേകിച്ച് ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ബിസിനസ്സിനെയും എല്ലാം ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 വയസ്സുള്ള ആര്യമോളെ കർത്താവ് സൗഖ്യമാക്കിയ ഒരു അത്ഭുത സാക്ഷ്യമാണ് ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഈ സാക്ഷ്യം ശ്രദ്ധിച്ച് കേൾക്കുക. കുട്ടികളൊക്കെ നന്നായി ശ്രദ്ധിച്ചത് കാണണം. കുട്ടികളെ കർത്താവിന് എന്നും ഇഷ്ടമാണ്. യേശു ജീവിച്ചിരുന്ന സമയത്ത് കുഞ്ഞുങ്ങളെല്ലാം മടിയിൽ കയറ്റിയിരുത്തി അവരെ കൈകളിലെടുത്ത് അവരെ കൈവച്ച് അനുഗ്രഹിച്ച് ഒത്തിരി കുഞ്ഞുങ്ങളുമായി ഇടപഴകുന്നൊരു സ്വഭാവം യേശുവിനുണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്ന അന്ന് രോഗികളായി മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കയ്യിലേക്ക് കൊടുത്തെങ്കിൽ തിരികെ യേശുവിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞുങ്ങളെ വാങ്ങിയപ്പോൾ ആ രോഗം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. തീർച്ചയായും അതാണ് യേശു ചെയ്തത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും രോഗവും പ്രയാസങ്ങളുമാണെങ്കിൽ ഈ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ അവൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും സൗഖ്യമാക്കും. നമുക്ക് ഈ സമയത്ത് മിറക്കിൾസ് ടുഡേ വാച്ച് ചെയ്യാം. ബ്രദർ ഈ നിൽക്കുന്ന സിസ്റ്ററിൻ്റെ പേര് ലൗലി എന്നാണ്. തൻ്റെ തൊട്ടരിയിൽ നിൽക്കുന്ന തൻ്റെ 2 മക്കളാണ്. ഈ സാക്ഷ്യം എന്ന് പറയുന്നത് ബ്രദറിൻ്റെ തൊട്ടരിയിൽ നിൽക്കുന്ന കുഞ്ഞിൻ്റേതാണ്. ആ കുഞ്ഞിൻ്റെ പേര് ആര്യമോൾ എന്നാണ്. ഇപ്പോൾ 2-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 7 വയസ്സായി. ഈ സിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ്: 2 വർഷം മുതൽ, അതായത് 5 വയസ്സ് മുതൽ ഈ കുഞ്ഞിന് പനി വരുമായിരുന്നു. തുടർച്ചയായിട്ട് പനി വരും. മാത്രമല്ല ശ്വാസമുട്ടൽ വരും, തലവേദന ഉണ്ടായിരുന്നു, തലകറക്കമെല്ലാം വരുമ്പോൾ സ്കൂളിൽ പോലും ശരിയായ രീതിയിൽ പോകാൻ പറ്റും. കാരണം ഇപ്പോൾ 2-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എല്ലാ തരത്തിലുള്ള മരുന്നുകളെല്ലാം കഴിച്ചു, ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഈ സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്: 2012, അതായത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം 14-ാം തീയതി ഈ അസുഖം വീണ്ടും വന്നു. വല്ലാതെ കൂടിയപ്പോൾ ഈ സിസ്റ്റർ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന ഒരു കുടുംബമാണ് ഇവർ. അപ്പോൾ നേരെ ചെയ്തത് നമ്മുടെ ഇടപ്പള്ളിയിലെ കൊച്ചിയിലെ പ്രാർത്ഥനാ സ്ഥലത്തെ നമ്പർ ഉണ്ടായിരുന്നു. ഇവർ ഒക്ടോബർ 17-ാം തീയതി നേരെ പ്രേയർ ടവറിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചു. പക്ഷേ അവിടെ നിന്ന് പ്രാർത്ഥിച്ച വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളുടെ കുഞ്ഞിനെ ദൈവം തൊട്ടിരിക്കുന്നു,
നിങ്ങളുടെ കുടുംബത്തിലേക്ക് കർത്താവ് അനുഗ്രഹങ്ങളെ തന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഈ സിസ്റ്റർ അത് വിശ്വസിച്ചതിന് ശേഷം ഈ സിസ്റ്ററിൻ്റെ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ആയുർവേദ മരുന്ന് നോക്കാം, ആയുർവേദ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ കുറവുണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ സിസ്റ്റർ പറഞ്ഞു, ഇല്ല, കർത്താവ് എൻ്റെ കുഞ്ഞിനെ തൊട്ടിട്ടുണ്ട്, എൻ്റെ കുഞ്ഞിന് ഇനി രോഗം വരികയില്ല, അതുകൊണ്ട് ഇനി ഒരു മരുന്നും കഴിക്കില്ല, ആയുർവേദ മരുന്നും കഴിക്കില്ല, ഒരു മരുന്നും ഞാൻ കഴിക്കില്ല, എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞു വിശ്വസിച്ചു. കർത്താവ് ചെയ്തത് ഒക്ടോബർ മാസം 19-ാം തീയതി മുതൽ തലവേദന വന്നിട്ടില്ല, തലകറക്കം വന്നിട്ടില്ല, ശ്വാസം മുട്ടൽ വന്നിട്ടില്ല, തുടർച്ചയായുള്ള പനി വന്നിട്ടില്ല. 3 മാസമായി കർത്താവ് സൗഖ്യമാക്കിയ കുഞ്ഞാണ് ബ്രദറിന്റെ അരികിൽ നിൽക്കുന്ന ഈ ആര്യമോൻ. സിസ്റ്ററിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകയാണ്. കാരണം ഒരമ്മയ്ക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ സാധിക്കും. സിസ്റ്റർ എത്ര തവണ, ഒരു മാസത്തിൽ എത്ര തവണ ഈ കുഞ്ഞിന് അസുഖം വരുമായിരുന്നു? 3-4 പ്രാവശ്യം വരുമായിരുന്നു. 3-4 പ്രാവശ്യം. ഈ പനി മാത്രമാണോ അല്ലെങ്കിൽ പനി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം മുട്ടൽ പോലെ വരും. പിന്നെ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ ഒന്നെങ്കിൽ വണ്ടി വിളിക്കണം, കൊച്ചു നടക്കുമല്ലോ ഒരു ശകലം പോലും. അപ്പം അവിടെ എന്തെങ്കിലും ഒരു പണി ചിലപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും മാസത്തിൽ മിക്ക തവണ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്നു വെച്ചാൽ 10 രൂപ വീട്ടിലുണ്ടെങ്കിൽ 30 രൂപ വീട്ടിൽ ചിലവ്. അന്ന് പറഞ്ഞോണക്കാണ് കൊച്ചിനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു വിറ്റ് മുഴുവൻ ആശുപത്രി ചെന്നോണക്കാണ് കൊച്ചിനെയും കൊണ്ട്. അങ്ങനെയായി കഴിഞ്ഞ് കൊച്ചു പള്ളിക്കൂടത്തിൽ പോകും. 30 ദിവസം സ്കൂളിൽ പോകാൻ ഉണ്ടെങ്കിൽ അതിലൊരു 10 ദിവസം നോക്കിക്കേണ്ടാൽ മതി. കാരണം സ്കൂളിൽ ഏറ്റവും നന്നായിട്ട് പഠിച്ചിരുന്ന കൊച്ചാണ്. അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഫസ്റ്റ് റാങ്ക് വന്ന കൊച്ച് 3-ാം സ്ഥാനത്തേക്ക് വന്നു. അപ്പോഴും ടീച്ചേഴ്സൊക്കെ പറയും, സാരമില്ല മോളെ, വിഷമിക്കണ്ട, മകൾക്ക് വേണ്ടി വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ മതി. പിന്നെ പള്ളിക്കൂടത്തിൽ പോകാത്ത ദിവസങ്ങളിൽ ഞാൻ വീട്ടിൽ ഇരുത്തി പഠിപ്പിച്ച ടീച്ചേഴ്സ് പറഞ്ഞു, ഈ ഇത്രയും പനിയുള്ള അസുഖമുള്ള കുട്ടിയെ സ്കൂൾ വരെ കൊണ്ടുവരേണ്ട, വീട്ടിലിരുന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നാണേലും കൊച്ചു എന്നും പറയും, ബ്ലെസ്സിങ്സ് ടുഡേ കാണുന്ന സമയമാകുമ്പോഴത്തേക്ക് കൊച്ചു ഓടി വന്ന് ഇരുന്ന് കൈകൊപ്പി പിടിച്ചിരുന്ന് കട്ടിലിരുന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഇന്ന് സ്കൂളിൽ പോകണമായിരുന്നു. ഈ 3 മാസത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഈ കുഞ്ഞിന് വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ അസുഖം വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കും, ഞങ്ങൾ കുടുംബത്തിൽ മൊത്തത്തോടെ എല്ലാവരും വിശ്വസിച്ചിട്ടുണ്ട് ഈശോ എടുത്തു മാറ്റിയതാണെന്ന്. അത് തന്നെയല്ല, കൊച്ചിനിപ്പോൾ സ്കൂളിൽ പോകുമ്പം അല്ലെങ്കിൽ കുറച്ച് നടന്നു വേണം, അല്ലെങ്കിൽ ഭാരമുള്ള സാധനങ്ങൾ എടുക്കുവാണെങ്കിലും അവൾക്കൊരു ബുദ്ധിമുട്ട് പോലെയാണ് നടന്നു പോകാനായിട്ട്. ഇപ്പം അങ്ങനെയുള്ള ഒരു പ്രശ്നമില്ല. ബാഗ് എടുക്കും, എന്നിട്ട് ഒരു ബാഗ് എടുത്തിട്ട് ഇവൻ്റെയും കൂടെ ബാഗ് എടുത്ത് തുളയിട്ടാലും ഇപ്പം യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ ഒരു ബാഗ് മാത്രമല്ല, അനിയൻ്റെയും കൂടി ബാഗ് എടുത്ത് വെക്കുന്നു. കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാലും. കർത്താവ് എത്രമാത്രം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു, കുടുംബങ്ങളെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ. ഇതേ സമയം തന്നെ കുഞ്ഞുങ്ങളുടെ രോഗത്താൽ ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ കണ്ണുനീരിൽ അങ്ങ് തുടക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവരുടെ കുഞ്ഞുങ്ങളെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ഈ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട്, കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ, കട്ടപ്പനയിൽ നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലെ അവിടെ നൽകപ്പെട്ട സന്ദേശത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്നലെ കേട്ടതെങ്കിൽ അതിൻ്റെ 2ാം ഭാഗമാണ് തുടർന്ന് കേൾക്കാൻ പോകുന്നത്. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ബൈബിൾ എടുത്ത് നോട്ട്ബുക്ക് എടുത്ത് ആ നോട്ട്ബുക്കിൽ ഇന്നത്തെ പ്രധാന ഭാഗങ്ങൾ കുറിച്ചു വെച്ച് വചനങ്ങൾ എഴുതിയെടുത്ത് ഇതിനാൽ ഈ വചന ശുശ്രൂഷയെ ഒത്തിരി അനുഗ്രഹിക്കപ്പെടുക. ഇതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Risen from the dead and he is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Every knee shall bow, every knee shall bow, every tongue confess that Jesus Christ is Lord. Aradhana, 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 Aradhana,
കൈകൾ ഉയർത്തി ജനം പാടാം. ഹല്ലേലൂയ, കൂടുതൽ ശബ്ദത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ, ശബ്ദമുയർത്തി പാടുന്ന എല്ലാവരുടെയും ശബ്ദത്തിന്റെ മുകളിൽ നിങ്ങളുടെ സ്വരം ഉയരട്ടെ. കരങ്ങൾ വീശി കൂടുതൽ ബലത്തോടെ, ജീവനോടെ, ഉണർവോടെ, സ്നേഹത്തോടെ. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. മരത്തിന്മേൽ തൂങ്ങുന്ന ഏവനും, മരത്തിന്മേൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കുരിശിന്മേൽ, മരക്കുരിശിന്മേൽ തൂങ്ങുന്ന ഏവനും ശപിക്കപ്പെട്ടവൻ, ഏവനും ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു വലിയ ശാപമായി തീർന്നു. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം അടുത്ത വാക്യം കൂടെ വായിക്കാം. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ വിജാതീയർക്ക് ലഭിക്കേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്തം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഒന്ന്, സകല ശാപങ്ങളിൽ നിന്നും യേശുവാണ് നമ്മെ വീണ്ടെടുക്കുന്നത്. ഒന്നുകൂടി പറയാം, എല്ലാ ശാപങ്ങളിൽ നിന്നും യേശുവാണ് നമ്മെ വീണ്ടെടുക്കുന്നത്. അങ്ങനെ വീണ്ടെടുക്കപ്പെടുന്നവർക്ക് അബ്രഹാമിന്റെ അനുഗ്രഹത്തെ അവൻ നൽകുന്നു. അഥവാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ അബ്രഹാമിന്റെ അനുഗ്രഹങ്ങളെ ദൈവം അവരിലേക്ക് കർത്താവ് വർഷിക്കുകയാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാ ശാപങ്ങളും യേശുവിലേക്ക് തിരിയുമ്പോൾ അവൻ എടുത്തു മാറ്റുന്നു. ശാപങ്ങളിൽ നിന്നും യേശു നമ്മെ വിടുവിക്കുന്നു. ഒത്തിരി പേർക്ക് സംശയമുണ്ട്, എൻ്റെ വീട്ടിലൊരു ശാപമുണ്ടോ, എന്തുകൊണ്ടാണ് എനിക്കൊരു ഗതി കിട്ടാത്തത്, ഒരു മേൽഗതി ഇല്ലാത്തത്, മുകളിലേക്ക് എന്തുകൊണ്ട് എനിക്ക് പോകാൻ കഴിയുന്നില്ല. അങ്ങനെ ഒത്തിരി പേര് സംശയിക്കുന്നുണ്ട്, ശാപത്തിന് കീഴിലാണോ. പലരും അങ്ങനെയുള്ള ശപിക്കപ്പെട്ട അവസ്ഥയിലാണ് ജീവിക്കുന്നത്. എന്നാൽ യേശുവാണ് നമ്മെ ശാപത്തിൽ നിന്നും വീണ്ടെടുക്കുന്നത്. യേശു നമ്മെ ശാപത്തിൽ നിന്നും വീണ്ടെടുക്കുക മാത്രമല്ല ചെയ്യുന്നത്, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ സകല ജാതികൾക്കും അവൻ നൽകുകയാണ്. നമ്മൾ ഓരോരുത്തരിലേക്കും അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെ അവൻ നൽകുന്നു. എന്താണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്നറിയാമോ? അബ്രഹാമിനെ കുറിച്ച് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: അബ്രഹാമിനെ ദൈവം സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. ആ അനുഗ്രഹം നമുക്ക് ലഭിക്കും. എങ്ങനെയാണ് അത് ലഭിക്കുന്നത്? ക്രിസ്തുയേശുവിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ നമ്മിലേക്ക് ആ അനുഗ്രഹം വന്നു ചേരുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിലെ അവസ്ഥകൾ മുഴുവൻ മാറിയത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്നിൽ വന്നപ്പോഴാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അകത്ത് വരുന്ന ആ സമയം മുതൽ നമ്മുടെ ചിന്തകൾക്ക് മാറ്റമുണ്ടാകും, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മാറ്റമുണ്ടാകും. കാരണം നമ്മിൽ വസിക്കുന്നത് സാധാരണ ഒരാത്മാവല്ല, ത്രിയേക ദൈവത്തിലെ മൂന്നാമനായ ശക്തനായ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുകയാണ്. യേശു ലോകത്തിൻ്റെ വെളിച്ചമായതുകൊണ്ട് അവൻ നമ്മെ സകല വെളിച്ചത്തിലും വഴി നടത്തുകയും ഇരുളിൽ ആയി പോകാതെ നമ്മുടെ ജീവിതത്തെ അവൻ കാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. യേശു ചെയ്യുന്നത് അത്ഭുതങ്ങളാണ്. യഥാർത്ഥ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ യേശുവിന് സാധിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അവനെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ മാത്രം മതി. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ബോധ്യമാക്കുന്ന ഒരു കാര്യം ഇതാണ്. ഇവിടെ ഇരിക്കുന്നൊരു സഹോദരൻ പല ബിസിനസ്സുകളും ജോലിയും മാറി മാറി ചെയ്തിട്ടും
ഇതുവരെ ശരിയായ ഒരു ബ്രേക്ക് ത്രൂ ഇല്ലാതെ, ശരിയായ ഒരു വിടുതൽ കാണാതെ പ്രയാസപ്പെടുന്ന ഒരു സഹോദരനും കുടുംബവും ഇവിടെ ഉണ്ട്. കർത്താവ് ഇന്ന് ആ അവസ്ഥകൾ കണ്ട് യേശുവിനായി പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് വിടുതലുകളുടെ വഴിത്താര നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറയാമോ? ഇതുപോലെ വിവിധ അവസ്ഥകളിൽ ഒരു ശാപത്തിൻ്റെ കീഴിലാണെന്ന് തോന്നുന്നവർ, ഒരു സ്വാതന്ത്ര്യമില്ല, ബന്ധനങ്ങൾ കിടക്കുന്നത് പോലെ തോന്നുന്നവർ, രോഗത്തിൻ്റെ ആകാം, പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളാകാം, സാമ്പത്തികമായ ബന്ധനങ്ങളാകാം, അതിലൊക്കെ കിടക്കുന്നെന്ന് തോന്നുന്നവർ ഇന്ന് യേശുവിലേക്ക് തിരിയുമ്പോൾ ഇതെല്ലാം മാറി കർത്താവ് നിങ്ങളെ അത്ഭുതകരമായ ഒരു വിടുതലിലേക്ക് നടത്തുകയാണ്. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ പരിശുദ്ധാത്മാവിനെ ബോധ്യമാക്കുന്ന മറ്റൊരവസ്ഥ ഇതാണ്. ഇവിടെ ഇരിക്കുന്ന ചിലർ മറ്റുള്ളവരാൽ ചതിക്കപ്പെട്ട് ജീവിതം താണുപോയ, ഒരു കിണറ്റിലേക്ക് വീണു പോകുന്നതുപോലെ വീണുപോയ ചില കുടുംബങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല, മറ്റുള്ളവർ നിങ്ങളെ വഞ്ചിച്ചു, അങ്ങനെ താണുപോയ കുടുംബങ്ങൾ. കർത്താവിൻ്റെ കരം ഇന്ന് അവരിലേക്ക് നീട്ടി അവർ ഇറങ്ങിപ്പോയ കുഴികളിൽ നിന്ന് കർത്താവ് പുറത്തെടുക്കുന്ന ദിവസമാണ് ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡേ. വിശ്വസിക്കുന്നവർ ശക്തിയോടെ കൈകൾ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ, വർഷങ്ങളായി കരകയറാൻ ശ്രമിച്ചിട്ടും കരകയറാത്തവർ, ഹല്ലേലൂയ. എൻ്റെ ഉള്ളിലേക്ക് വരുന്ന ചിത്രം ഇതാണ്. ഒരു വലിയ വാഹനം ആളുകളോടുകൂടെ ഒരു വലിയ കൊക്കയിലേക്ക് മറിഞ്ഞു. എന്നാൽ അതിനെ ഉയർത്തുവാൻ പലർ വന്ന് ശ്രമിച്ചിട്ട് ഉയർത്താൻ കഴിയാതിരിക്കുമ്പോൾ ഒരു ക്രെയിൻ പോലെ എന്തോ വന്ന് റോപ്പുകളിട്ട് അതിനെ ഉയർത്തി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നേരെ എടുത്ത് റോഡിൽ വയ്ക്കുന്നത് പോലെ യേശുവിൻ്റെ കരങ്ങൾ. ഒത്തിരി പേർ നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചു, നിങ്ങളും ശ്രമിച്ചു. പക്ഷേ യേശുവിൻ്റെ കരം അതുപോലെ തന്നെ കുടുംബമായി നിങ്ങളെ എടുത്തുയർത്തി ഓടേണ്ട പാതയിൽ വെക്കുന്ന ഒരു അവസ്ഥ കർത്താവിനെ കാണിക്കുന്നു. ഇതുപോലുള്ള വലിയ വിടുതലുകൾ ഇന്ന് കർത്താവ് തൻ്റെ ജനത്തിന് നൽകാൻ ആഗ്രഹിക്കുന്നു. കൈകളെ ശക്തിയോടെ അടിച്ച് യേശുവിനെ സ്തുതിക്കാൻ തുടങ്ങാം. വായി തുറന്ന് യേശുവിനെ സ്തുതിക്കാം. എല്ലാവരും കൈകളെ തട്ടി ഉറക്കെ യേശുവേ എന്ന് വിളിച്ചാൽ, യേശുവാണ് നമ്മുടെ ക്രെയിൻ. ഹി ഈസ് ദ ലിഫ്റ്റർ. നമ്മളെ ഉയർത്തുന്നവൻ. നാണക്കേടിൽ നിന്നും, പടുകുഴിയിൽ നിന്നും, കടഭാരങ്ങളിൽ നിന്നും, പാപക്കുഴിയിൽ നിന്നും, പാപച്ചേറ്റിൽ നിന്നും ഒക്കെ നമ്മളെ ഉയർത്തുന്നവൻ യേശുവാണ്. കൈകൾ അടിച്ച യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ വിടുതലുകൾ ഇപ്പോൾ ഇവിടെ വ്യാപരിക്കുകയാണ്. കൈകളെ തട്ടി യേശുവിനെ സ്തുതിക്കുന്ന സമയത്ത് ഓരോ കുടുംബങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങട്ടെ. ഉള്ളിൽ ശക്തിയോടെ പ്രാർത്ഥിച്ചാലും വിശ്വസിച്ചാലും, കർത്താവ് എൻ്റെ വീട്ടിലേക്ക് അങ്ങ് രാജാവായി വരണമേ, എൻ്റെ വീടിൻ്റെ മൂലക്കല്ലായി അങ്ങ് മാറണമേ, എൻ്റെ വീടിൻ്റെ ശാപങ്ങൾ മുറിഞ്ഞു പോട്ടെ എന്ന് മാത്രമല്ല, അബ്രഹാമിന്റെ അനുഗ്രഹം എൻ്റെ വീട്ടിലേക്ക് വരട്ടെ. എൻ്റെ നാട്ടിൽ, വീട്ടിൽ, സഭക്കാരുടെ മധ്യത്തിൽ, സകലരുടെ മധ്യത്തിൽ കർത്താവേ ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തുവാൻ അങ്ങേക്ക് സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഈ സമയത്തൊന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേൽക്കാമോ? നിങ്ങൾ എത്ര പേർ ഉള്ളിൽ ആഴത്തിൽ വിശ്വസിക്കുന്നു ഇന്ന് കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും? എന്നെങ്കിലും അല്ല, ഇന്ന് കർത്താവ് എനിക്ക് വേണ്ടി, ഇന്ന് മുതൽ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് കൈകൾ ഉയർത്തി പിടിച്ചാൽ, ഹല്ലേലൂയ. എന്നോട് ചേർന്ന് പറയാം, യേശുവേ അങ്ങന്റെ രാജാവാണ്, അങ്ങന്റെ രാജാവായി അങ്ങനിൽ വാഴണമേ, അങ്ങനിൽ വാഴണമേ, അങ്ങനെ നയിക്കണമേ, അങ്ങനെ നയിക്കണമേ, രാജകീയമായ രീതിയിൽ എന്നെ നടത്തണമേ, എന്നെ നടത്തണമേ. യേശുവേ, യേശുവേ എൻ്റെ എല്ലാ ശാപങ്ങളും അങ്ങിൽ മാറിപ്പോയതിനായി ഞാൻ നന്ദി പറയുന്നു. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ പരിശുദ്ധാത്മാവിനാൽ ഞാനിപ്പോൾ എന്നിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. കൈകൾ വീശി ഹല്ലേലൂയ പറഞ്ഞാൽ, ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞാൽ, താങ്ക് യു ലോർഡ്. ചേർന്ന് പറയാം, യേശുവേ എൻ്റെ ജീവിതത്തിന്റെയും സകലത്തിന്റെയും മൂലക്കല്ലായി അങ്ങേ ഞാൻ ഇപ്പോൾ സ്വീകരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ പാപ ജീവിതവും
ഞാൻ ഉപേക്ഷിച്ചു കളയുന്നു. യേശുവിനായി വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. യേശു കർത്താവേ, എന്റെ ഹൃദയത്തിൽ അങ്ങ് വസിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശു എന്റെ കർത്താവും എന്റെ രക്ഷിതാവും എന്റെ ദൈവവും എല്ലാമാണെന്ന് ഞാനിപ്പോൾ പരസ്യമായി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ. ഒരു വലിയ രൂപാന്തരം അങ്ങനെക്ക് നൽകണമേ. രണ്ട് കൈകളും ഉയർത്തി പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങേക്കായി എന്റെ ശരീരവും മനസ്സും ആത്മാവും ഞാനിപ്പോൾ പ്രതിഷ്ഠിക്കുന്നു. യേശുവേ, അങ്ങേക്കായി എന്റെ ഭാവിയെ ഞാൻ പ്രതിഷ്ഠിക്കുന്നു. അങ്ങയുടെ ആത്മാവിൽ ഇപ്പോൾ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ മഹത്വത്താൽ, അങ്ങയുടെ വിടുതലുകളാൽ, അങ്ങയുടെ സൗഖ്യത്താൽ ഇപ്പോൾ എന്നെ നിറയ്ക്കണമേ. ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ലാത്ത പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൈകൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഞാൻ ഈ സമയത്ത് വിശ്വാസത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ മാധ്യമത്തിലൂടെയാണ് സമ്പർക്കം പുലർത്തുന്നതെങ്കിലും ദൈവത്തിന് അതൊന്നൊരു അസാധ്യമായ കാര്യമല്ല. God is everywhere to touch and heal, save and deliver. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ദൈവമേ, അങ്ങ് രോഗികളെ സ്പർശിക്കുന്നതിനാൽ നന്ദി പറയും. ഞാൻ ഈ സമയത്ത് കാണുന്നത് ഒരു പെൺകുട്ടിയാണ്. എപ്പോഴും വൊമിറ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടി. ഭക്ഷണം കഴിച്ചാൽ ഉടൻ തന്നെ വൊമിറ്റ് ചെയ്യുക. യേശുവിൻ്റെ നാമത്തിൽ ആ ബാലിക ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. ദൈവിക വിടുതലിനായി നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. നട്ടലിൻ്റെ കണ്ണികൾ അകന്നിരിക്കുന്ന വ്യക്തികൾ, ചിലർക്ക് നിരതെറ്റിയിരിക്കുന്നതാകാം. യേശുവിൻ നാമത്തിൽ അങ്ങനെയുള്ള രോഗങ്ങൾ, നട്ടലിനോട് അനുബന്ധിച്ചുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അസ്ഥികളുടെ രോഗങ്ങൾ, പ്രത്യേകിച്ച് ബോൺ മാരോ, മജ്ജയുടെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാവിധ ക്യാൻസറുകളും ഇപ്പോൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. ശരീരത്തിലുള്ള പാടുകൾ മാറിപ്പോകട്ടെ. അലർജികൾ, വിവിധ രീതിയിലുള്ള അലർജികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. വയറ് വല്ലാതെ വന്ന് വീർത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം മുഴകൾ അപ്രത്യക്ഷമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ തലയുടെ അകത്തുള്ള രോഗങ്ങൾ, തലയുടെ പുറത്തുള്ള പ്രയാസങ്ങൾ, താരൻ പോലെയുള്ള പ്രശ്നങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തി ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ നാമത്തിൽ വ്രണങ്ങൾ കരിഞ്ഞു പോകട്ടെ. അംഗവൈകല്യങ്ങൾ മാറട്ടെ. ഒരു കാലിന് നീളക്കുറവ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ കാല് ഒരേ നീളമുള്ളതായി മാറട്ടെ. ഇൻ ജീസസ് നെയിം. കുരുട്ട് കണ്ണുകൾ തുറന്നു വരട്ടെ. സംസാരിക്കാത്ത വ്യക്തികൾ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങട്ടെ. ഇൻ ജീസസ് നെയിം. അതുപോലെ കാതിന് പ്രയാസമുള്ള വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ കാതുകൾ സൗഖ്യമാകട്ടെ. കാത് പൊട്ടി പഴുപ്പ് പുറത്തേക്ക് ഒഴുകുന്ന വ്യക്തികൾ, പഞ്ഞി വെച്ചുകൊണ്ട് നടക്കുന്നവർ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവിക രോഗസൗഖ്യം എല്ലാ മേഖലകളിലും ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ബ്ലീഡിംഗ് കേസുകൾ, വല്ലാത്ത രക്തസ്രവം യേശുവിൻ നാമത്തിൽ നിൽക്കട്ടെ. താങ്ക് യു ഫാദർ. കർത്താവെ, ദൈവിക വിടുതലുകൾക്കായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ കോയമ്പത്തൂരിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. തീർച്ചയായും വരണം. പ്രത്യേകിച്ച് മറ്റ് സ്ഥലങ്ങളിലുള്ളവർ കോയമ്പത്തൂരിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു പറയണം. കാരണം അവിടെയുള്ള പലർക്കും ഒരുപക്ഷെ ഈ ചാനലുകൾ ലഭ്യമല്ലായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക തകരാറുകൾ കാണും. അതുകൊണ്ട് നിങ്ങൾ വിളിച്ചു പറയണം. മറ്റന്നാൾ ശനിയാഴ്ച തൃശ്ശൂരിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. തീർച്ചയായും അവിടെയുള്ളവർ വരണം. കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കും.
നാളെ നമുക്ക് ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: സ്നാനത്തിന് ശേഷം ആത്മാവ് യേശുവിനെ എവിടേക്കാണ് നയിച്ചത്? Where did the Spirit lead Jesus after his baptism? Options: A. മലമുകളിലേക്ക്, B. കാട്ടിലേക്ക്, C. ദേവാലയത്തിലേക്ക്, D. മരുഭൂമിയിലേക്ക്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് OM ബുക്സ് നൽകുന്ന നല്ല അടിപൊളി സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരണമാണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222111 0484 4222111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.